തമ്മിലടി രൂക്ഷമായിരിക്കെ ബി.ജെ.പി കോർ കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. അല്പസമയത്തിന് തന്നെ യോഗം ആരംഭിക്കും. പാലക്കാട് തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ചയാകുന്നതോടൊപ്പം കെ സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നേക്കും. ബി.ജെ.പിയിലെ വിഭാഗീയത മൂലം നേരത്തെ നടത്താനിരുന്ന നേതൃയോഗം മാറ്റിവെച്ചാണ് കോർ കമ്മിറ്റി ചേരുന്നത്. അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. അർച്ചന, കോർ കമ്മിറ്റി യോഗം ആരംഭിച്ചു കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോർ കമ്മിറ്റി ചേരുമ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി, ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്ത് കെ സുരേന്ദ്രനെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളടക്കം ചർച്ചയാകുന്ന സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ കോർ കമ്മിറ്റി ചേരാനുള്ള സാഹചര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതാണല്ലോ. നേതൃയോഗം ചേരാനിരുന്നതാണ്, പക്ഷേ കോർ കമ്മിറ്റി ചേർന്നില്ലെങ്കിൽ നേതൃയോഗത്തിൽ പങ്കെടുക്കില്ല എന്ന നിലപാട് പി.കെ. കൃഷ്ണദാസും എം.ടി. രമേശും എടുത്തോടുകൂടിയാണ് മറ്റു മാർഗ്ഗങ്ങളില്ലാതെ കോർ കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ കെ സുരേന്ദ്രൻ നിർബന്ധിതനായത്. അപ്പോൾ അത്തരത്തിലൊരു പ്രശ്നമൊക്കെ ഉണ്ട്. ഇത് എങ്ങനെയായിരിക്കും ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഈ യോഗത്തിൽ ബാധിക്കുക? മനു, അങ്ങനെ തന്നെയാണ്. അത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളും അതുപോലെ ഭിന്നതകളും രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ബി.ജെ.പി കോർ കമ്മിറ്റി യോഗം ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. നിരവധി നേതാക്കൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അതേസമയം നമ്മൾ ഈ സംഘടനാ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ അതിനൊന്നും ഉത്തരം നൽകാൻ അവർ തയ്യാറാകുന്നില്ല. ബി.ജെ.പിക്കകത്ത് യാതൊരു പ്രശ്നവുമില്ല എന്ന തരത്തിലാണ് അവരുടെ എല്ലാം തന്നെ മറുപടി. പ്രധാനമായും ഇന്നത്തെ യോഗം ചേർന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് എന്നാണ് പറയുന്നത്. എന്നാൽ പോലും ഇത്തരം വിഷയങ്ങൾ, അതായത് പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു പൊട്ടിത്തെറി എപ്പോൾ വേണമെങ്കിലും നീങ്ങാമെന്ന സാഹചര്യത്തിലേക്കാണ് ബി.ജെ.പി നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ എന്തായാലും ഈ യോഗത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, കൃഷ്ണദാസ് പക്ഷവും അതുപോലെ എം.ടി. രമേശ് അടക്കുന്ന നേതാക്കളെല്ലാം തന്നെ കടുത്ത വിയോജിപ്പുമായി നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഈ പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ പാർട്ടിയിൽ ഭിന്നത രൂക്ഷമായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പ്രധാനമായും ഇത്തരം വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. നേരത്തെ സംസ്ഥാന നേതൃയോഗം ചേരാനിരുന്നത് ഈ ബി.ജെ.പി ചേരാനിരുന്നത് തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ ഇത്തരം പാർട്ടിക്കകത്ത് വലിയ പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അത് മാറ്റിവെക്കുകയായിരുന്നു. പ്രധാനമായും കൃഷ്ണദാസും എം.ടി. രമേശും കോർ കമ്മിറ്റി ചേർന്നതിന് ശേഷം മാത്രമേ ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കൂ എന്ന നിലപാട് കടുപ്പിച്ചതോടെയാണ് സുരേന്ദ്രനെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത്. തുടർന്നാണ് ഇന്ന് കോർ കമ്മിറ്റി ചേരുന്നത്. എന്തായാലും ഈ കോർ കമ്മിറ്റിയിൽ ഇത്തരം വിഷയങ്ങൾ പ്രധാനമായും ചർച്ചയാകും. പാലക്കാട് തോൽവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രധാനമായും ചർച്ചയാകും. അത് നേതാക്കളെല്ലാം തന്നെ ഉന്നയിക്കുകയും ചെയ്യും. മാത്രമല്ല, സുരേന്ദ്രന്റെ രാജി ആവശ്യം ശക്തമായി നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട്. പരസ്യ പ്രതികരണങ്ങളടക്കം കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലേക്കും കാര്യങ്ങൾ നീങ്ങും. നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഉന്നയിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ശോഭാ സുരേന്ദ്രൻ പക്ഷവും അതുപോലെ കൃഷ്ണദാസ് പക്ഷവും ബി.ജെ.പിക്കകത്തെ പ്രശ്നങ്ങളുമായി വലിയ വിയോജിപ്പ് നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ എല്ലാവരും യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോഴും ബി.ജെ.പിക്കകത്ത് വലിയൊരു ഭിന്നത പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും പ്രകാശ് ജാവേദ്കർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇന്ന് യോഗം ചേരുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്കകത്തെ എല്ലാ പ്രശ്നങ്ങളും ഉന്നയിക്കാനാണ്, എല്ലാം തുറന്നു പറയാനാണ് നേതാക്കളുടെ തീരുമാനം. അത് എങ്ങനെയായിരിക്കും എന്ന രീതിയിലാണ് ഇനി പ്രധാനമായും ഉറ്റുനോക്കുന്നത്. മനു, ശരി അർച്ചനയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.